நைஃப் வந்து ஒரிஜினல். அதனால சார் நானே பண்ணுறேன் சார். அப்படி பார்த்தாரு, இப்படி குத்துவேன், அப்படி பிடிப்பார். ജയിലർ അൺലോക്ക് സൂപ്പർ സ്റ്റാർ രജനികാന്ത് അഭിനയിച്ച മെഗാ ബ്ലോക്ക് ബസ്റ്റർ ചലച്ചിത്രം ജയിലറിന് പിന്നിലെ കഥ സബ് ടൈറ്റിലിനോടൊപ്പം നിങ്ങളുടെ സൺ നെക്സ്റ്റിൽ മാത്രം കണ്ടാസ്വദിക്കാം. ഇപ്പോൾ തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഒന്നുമില്ല. ഒന്നുമില്ല. വയ്യെങ്കിൽ വീൽ ചെയറിൽ വരായിരുന്നല്ലോ മാഡം. അയ്യോ സാരമില്ല, എന്റെ മകന്റെ കൈകളോളം സേഫ് ആവില്ല ഒരു വീൽ ചെയറും. ശരി. അയ്യോ അമ്മ പോയിട്ട് വന്നേ. മോനെ, അമ്മ പോയിട്ട് വരാം. ശരി, അമ്മ വരും വരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. വരും മാഡം. ശിവാനിക്ക് ഒരുപാട് ബ്ലഡ് നഷ്ടപ്പെട്ടു. അതാണ് എന്റെ പേടി. അവളിങ്ങനെ ആ സമയത്ത് വീണുന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ചടങ്ങ് നടക്കുമ്പോൾ അവൾ എന്തിനാ മുകളിലത്തെ നിലയിലേക്ക് പോയത്? ചടങ്ങിലേക്ക് വരാൻ ധൃതി പിടിച്ച് പടിയിറങ്ങിയതായിരിക്കും. അതുകൊണ്ടാവും വീണത്. അമ്മാവനെ വിവരം അറിയിക്കണ്ടേ ചേച്ചി? വേണം. നീ വിളിക്കൂ. അയ്യോ ഞാനോ? അമ്മ എന്നെ വിളിക്കുന്നതായിരിക്കും നല്ലത്. അതെ, ഏട്ടനെ ഞാൻ വിളിച്ചോളാം. അനിയത്തിപ്രാവ നിധിയുടെയും ഗൗതമിന്റെയും രണ്ടാം താലികെട്ട് നടത്തിയിട്ടുള്ള വിളിയാവും. അവിടെ ഇരിക്കട്ടെ. രേണുകേ, ആരാ ഫോണില്? ആ ഞാനൊന്നും നോക്കിയില്ല. മറ്റുള്ളവരുടെ ഫോണിൽ ഒളിഞ്ഞു നോക്കുന്ന ശീല എനിക്കില്ല. ചന്ദ്രിയ. ആ ചന്ദ്രി, എന്തായി? ചടങ്ങുകളൊക്കെ ഭംഗിയായിട്ട് നടന്നോ? ഒരു പ്രശ്നം ഉണ്ടായി ഏട്ടാ. ശിവാനി സ്റ്റേ കേസിൽ നിന്ന് വീണു. ശിവാനി സ്റ്റെയർ കേസിൽ നിന്ന് വീണെന്നോ? എന്താ എന്താ എന്റെ മൂക്ക് പറ്റിയത്? നീ ഒന്ന് തെളിച്ചു പറ ചന്ദ്രി, എന്താ ഉണ്ടായത്? താലികെട്ട് നടക്കുന്നതിന് തൊട്ട് മുമ്പാ ശിവാനി സ്റ്റേ കേസിൽ നിന്ന് വീണത്. ശിവാനി വീണത് കണ്ട് പ്രഷർ കൂടി വസുന്ധര മേഡത്തിന് തലകറക്കം വന്നു. അതോടെ ചടങ്ങ് വേണ്ടാന്ന് വെച്ച് ഞങ്ങൾ രണ്ടുപേരെയും കൊണ്ട് ഹോസ്പിറ്റലിലെത്തി. ഇത് ശിവാനിയും വസുന്ധരയും ചേർന്നുള്ള എന്തോ ഒരു പ്ലാന്. ഞാനും ആ അവസരത്തിനൊത്ത് ഉയരണം. നിങ്ങളിപ്പോ ഏത് ഹോസ്പിറ്റലാണ്? അയ്യോ എന്റെ മോളെ ശിവാനി, നിനക്ക് ഈ ഗതി വന്നല്ലോ. അമ്മ ഇതെങ്ങനെ സഹിക്കും മോളെ? രേണു, നീ കരയാതെ, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം. ഞാൻ എങ്ങനെ കരയാതിരിക്കും? നിധിയെ വിശ്വസിച്ചല്ലേ നമ്മൾ വേണ്ട ശിവാനി അങ്ങോട്ട് വിട്ടത്. എന്നിട്ട് ശിവാനിയെ തിരിഞ്ഞു പോലും നോക്കാതെ അവള് ഗൗതമിന്റെ കൂടെ ആടിപ്പാടി നടന്നില്ലേ? എന്താ അമ്മേ? ഇങ്ങോട്ട് തന്നെ. എടുക്ക്. എടി ചന്ദ്രി, എന്റെ മോക്ക് എന്തെങ്കിലും പറ്റിയ നിധി മാത്രം അതിന് ഉത്തരവാദി. ഞാൻ എന്ത് ചെയ്തു? ഈ അമ്മാവന്റെ അമ്മായിയുടെ ശാപം കൊണ്ട് ഒരു കാലത്ത് അവള് നന്നാവില്ല. പറഞ്ഞേക്കവളോട്. മതി, ഇതാ നീ പോയി റെഡിയാവ്, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം. ശിവാനിക്ക് പേടിക്കാനായിട്ട് ഒന്നും ഉണ്ടാവില്ല. എന്റെ മോക്ക് എന്തെങ്കിലും പറ്റിയ നിങ്ങളുടെ പെങ്ങളുടെയും മോളുടെയും മുന്നിൽ വെച്ച് ഞാൻ എന്റെ ജീവിതം അവസാനിപ്പിക്കും. BP നോർമലാണ് മാഡം. അത് നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാ മതി.
ഞാൻ ഉദ്ദേശിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയാ ഞാൻ ഇങ്ങോട്ട് തന്നെ എല്ലാവരെയും കൂട്ടിക്കൊണ്ടുവന്നത്. അങ്ങനെ നടന്നാ എല്ലാവർക്കും ഗുണം ഉണ്ടാവും. ഞാൻ എന്ത് വേണമെന്ന് മാഡം പറഞ്ഞാൽ മതി. എങ്കിൽ എനിക്ക് ഹൈ BP ആണെന്നും സൂക്ഷിക്കണമെന്നും പുറത്തു വന്ന് പറയണം. ശരി മാഡം. പിന്നെ ഇവളുടെ കണ്ടീഷൻ ക്രിട്ടിക്കൽ ആണെന്ന് വരുത്തി തീർക്കണം. ശരീരത്തിലെ ബ്ലഡ് മുഴുവൻ പോയി തട്ടിപ്പോകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞാലും ഒരു വിരോധവുമില്ല. അത്ര സീരിയസ് പ്രോബ്ലം ഒന്നും ഈ കുട്ടിക്കില്ല. അധികം ബ്ലഡ് ഒന്നും പോയിട്ടില്ല. പ്രിൻസി മിണ്ടായിരിക്കെ. ഈ മാഡം നമുക്ക് വേണ്ടപ്പെട്ട ആളാ. മാഡം പറയുന്ന പോലെ റിപ്പോർട്ട് എഴുതിയാൽ മതി. ശരി ഡോക്ടർ. ശരി മാഡം. ശിവാനി, 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 കണ്ണ് തുറക്ക്. ഞാനിതെവിടെ? അത് ഹോസ്പിറ്റലിലാ. ദേ, ബോധം കെട്ടതായിട്ടുള്ള നിന്റെ അഭിനയം സൂപ്പർ ആയിട്ടുണ്ട്. ഇത് വല്ല സിനിമയിലും ആയിരുന്നെങ്കിലേ നിനക്ക് സ്റ്റേറ്റ് അവാർഡ് ഉറപ്പായിരുന്നു. ഞാൻ അഭിനയിച്ചതല്ല ആന്റി, ശരിക്കും എന്റെ ബോധം പോയതാ. അല്ല, നിധിയുടെ താലികെട്ട് നടന്നോ? ഇല്ല, നിന്റെ നാടകം തകർത്തു. ആ ചടങ്ങ് മുടങ്ങി. ഇനി ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. നീ അത്യാസന്ന നിലയിലാണെന്ന മട്ടില് വെറുതെ കിടന്നാ മതി. അതൊക്കെ ഞാൻ ഏറ്റു. ഇനിയുള്ള അഭിനയത്തിന് ആന്റി എനിക്ക് സ്റ്റേറ്റ് അവാർഡല്ല, നാഷണൽ അവാർഡ് തന്നെ തരും. ഏയ്, അതില്ല. നാഷണൽ അവാർഡ് എനിക്ക് തന്നെ വേണം. എന്റെ അഭിനയം ഇനി തുടങ്ങാൻ പോകുന്നതേയുള്ളൂ. മിസ്റ്റർ ഗൗതം, ഡോക്ടർ, നിങ്ങളുടെ അമ്മയ്ക്ക് BP ഷൂട്ട് ഔട്ട് ചെയ്ത് കയറിയതാണ്. ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ട്. കുറച്ചുനേരം അകത്ത് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. എന്താ അമ്മ ഇത്? അമ്മ ഇങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ വാശി പിടിക്കരുത്. ഇത് അമ്മയുടെ വാശിയല്ല മോനെ. അകത്ത് രക്തം വാർന്നൊലിച്ച് ബോധമില്ലാതെ ശിവാനി കിടക്കുന്നുണ്ട്. അവളുടെ കിടപ്പ് കാണും തോറും എന്റെ BP കൂടും. പാവം കുട്ടി. നിന്റെ ജീവൻ രക്ഷിച്ച് അവളെ സംരക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലല്ലോ മോനെ. ഡോക്ടർ, ശിവാനിയുടെ അവസ്ഥ എന്താണ്? മുറിവിൽ നിന്ന് ഒരുപാട് ബ്ലഡ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. വെടിയേറ്റ മുറിവ് കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതായിരുന്നു. അയ്യോ, എവിടെ എന്റെ ശിവാനി? മോളെ, മോളെ, ശിവാനിക്ക് എന്താ പറ്റിയേ? അയ്യോ ഡോക്ടറെ, എന്റെ മോക്ക് തൽക്കാലം ആരും കുട്ടിയുടെ അടുത്തേക്ക് പോകണ്ട. മുറിവിൽ ഇൻഫെക്ഷനോ മറ്റോ ആയാൽ കൈ മുറിച്ച് മാറ്റേണ്ടി വരും. അയ്യോ എന്റെ മോള്, അയ്യോ എന്റെ ദൈവമേ, എന്റെ മോളെ ഈ വിധത്തിൽ കാണേണ്ടി വന്നല്ലോടി. നിധി, ഗൗതം, നിങ്ങളല്ലേ എന്റെ മോളെ പൊന്നുപോലെ നോക്കിക്കോളാന്ന് പറഞ്ഞത്. ഗൗതത്തിന്റെ ജീവൻ രക്ഷിച്ചവളല്ലേ അവള്. എന്നിട്ട് നിങ്ങൾ എല്ലാവരും കൂടെ അവളെ പുറം കാലുകൊണ്ട് തട്ടി മാറ്റിയല്ലേ. ഇനി അവൾക്ക് ഞാനുണ്ട്. ഒരമ്മയുടെ സ്ഥാനത്ത് നിന്ന് ഞാൻ അവളെ സംരക്ഷിക്കും. ഗൗതം എനിക്ക് മകനാണെങ്കിൽ ശിവാനി എനിക്ക് മകള് തന്നെയായിരിക്കും. ഇതെന്റെ വാക്കാ.